ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ്. ആ മഹാദേവൻ രാവിലെ തന്നെ പിള്ളച്ചേട്ടനെ വിളിച്ച് ചൂടാകണം. എൻ്റെ പൊന്നു പിള്ളേ, എടോ, നമ്മുടെ സമുദായത്തിൻ്റെ ഓരോ വോട്ടും നമുക്ക് തന്നെ ആയിരിക്കണം. തന്നോട് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഒരു വോട്ട് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആൾക്കാരെ നമ്മൾ കട്ടയ്ക്ക് കൂടെ നിർത്തണം. മനസ്സിലാവുന്നുണ്ടോ തനിക്ക്? ആൾക്കാർക്ക് എന്തുട്ടാ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ചോദിക്കണം. അപ്പോൾ ഈ സമയം രാധ കയ്യിൽ ഒരു ഗ്ലാസ്സും ഒക്കെ ആയിട്ട് നേരെ മഹാദേവൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്, ചിരിച്ച് കളിച്ചാണ് പറഞ്ഞത്. ടി വി വേണ്ടവർക്ക് ടി വി, സൈക്കിള് വേണ്ടവർക്ക് സൈക്കിള്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന എല്ലാ സാധനങ്ങളിലും നമ്മുടെ സാമുദായിക പാർട്ടിയുടെ ചിഹ്നമുണ്ടായിരിക്കണം. പോരാഞ്ഞിട്ട് താഴെ എൻ്റെ പേരും ഉണ്ടായിരിക്കണം. ഇതല്ലേടോ ഞാൻ തന്നോട് പറഞ്ഞത്? താൻ കേട്ടു, ശരിയാ. ഞാൻ പറഞ്ഞത് താൻ അതുപോലെ തന്നെ അനുസരിച്ചു. വളരെ ശരിയാ. എടോ ഭ്രാന്തം പിള്ളേ, യൂറോപ്യൻ ക്ലോസറ്റിൽ എൻ്റെ പേര് വെക്കാൻ തന്നോട് ഞാൻ പറഞ്ഞോടോ? പറഞ്ഞോ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോന്നും ഉണ്ടാക്കി വച്ചിട്ട്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പം മഹാദേവൻ നിൽക്കുകയാണ്. ദാ മോര് എന്ന് പറഞ്ഞ് രാധാമണി മോര് കൊണ്ടുപോയി മഹാദേവന് കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റ വലിക്ക് ആൾ അകത്താക്കി. എന്നിട്ട് എൻ്റെ പൊന്നോ, ഈ ചൂടത്ത്, ഈ ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ ശരിക്കും മോര് സംഭാരം തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. രാധ ഭയങ്കര സന്തോഷത്തിലാണ്. അല്ല, എന്തുട്ടടി രാധേ, പതിവിലധികം സന്തോഷത്തിലാണല്ലോ ആള്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയല്ലല്ലോ, എന്തോ ഇന്ന് കാര്യമായിട്ടുണ്ടല്ലോ. പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടടി. എന്താ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ മനുഷ്യ? നമ്മുടെ ഗംഗമ്മളുടെ വരവോടെ നമ്മുടെ മേഡം ആകെ അട്ടിപ്പതറി നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊരു തുടക്കമായിട്ടുള്ളൂ രാധേ. ഗംഗമോളെ എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതേ ചില കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ്. അത് കരുതിക്കോ. ശങ്കറിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എടി രാധാമണി തങ്കച്ചി, നമ്മുടെ കൂട്ടു ശങ്കറിൻ്റെ മനസ്സിൽ ഗൗരിക്ക് തന്നെയാണ് സ്ഥാനം. പക്ഷേ ഗൗരീനെ നമ്മുടെ കൊട്ടുശങ്കറിൻ്റെ മനസ്സിൽ നിന്ന് പാടിയടിച്ച് പിണ്ടം വെച്ച് ഗംഗമോളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കണം. എന്തേ, കഴിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. നീയേ അതൊക്കെ പുഷ്പം പോലെ നടത്തിയെടുക്കുമെന്ന് എനിക്ക് നന്നായി അറിഞ്ഞൂടെ എൻ്റെ രാധാമണി തങ്കച്ചി. കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ മോനെയും ഈ വീടിനെയും ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഗൗരി എന്നുള്ള ആ വിഷം ചീറ്റുന്ന പാമ്പിനെ നമ്മൾ ഊതണ മകുടിയായിരിക്കണം ഗംഗമോള്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു. അങ്ങനെ ഈ മകുടി ഊതി ഊതി ഒരു ദിവസം നമ്മുടെ പ്രൊഫസറുടെ മോള് ഗൗരി സ്വന്തം ഇഷ്ടപ്രകാരം ഇനി എനിക്ക് കുട്ടിശങ്കരനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട് ഉപേക്ഷിച്ച് പോകണം. മനസ്സിലാവുന്നുണ്ടോ? അതോടെ നമ്മൾ രക്ഷപ്പെട്ടു, ഈ ചാരങ്ങാട്ട് കുടുംബം രക്ഷപ്പെട്ടു. എത്രയും വേഗം അതൊന്ന് നടന്നാൽ മതിയായിരുന്നു. എടി വാഷ് ഔട്ട് രാധേ, അതങ്ങനെ ചുമ്മാ നടക്കില്ല. അത് നീ മനസ്സിലാക്ക്. അത് നടക്കണമെങ്കിൽ, അതായത് ഗൗരി ശങ്കറിനെ ഉപേക്ഷിച്ച് കുടുംബം വിട്ട് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില നൈസ് പണികൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണ്. അത് നമ്മൾ ചെയ്യണം. അവളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്താ ചെയ്യേണ്ടതെന്നും എന്താ വേണ്ടതെന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അവളുടെ കണ്ണീര് കാണാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞോ? ഗൗരി ഈ ചാരങ്ങാട് വീടിൻ്റെ പടി ഇറങ്ങണം. ഗംഗമോള് നമ്മുടെ ശങ്കറിൻ്റെ ഭാര്യ ആവണം. അത്രയേ ഉള്ളൂ. എനിക്ക് അത്രമാത്രം ആഗ്രഹമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലി ചലയ്ക്കാണ് കേട്ടോ. പല്ലി ചലച്ചു കേട്ടോ. പല്ലിക്ക് സത്യമാ, അതാ മനസ്സിലായി. രാധേ, നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും, ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് മഹാദേവൻ. ഇനി അടുത്ത പണി എന്താ എന്നാലോചിച്ച്. അപ്പോൾ ഗംഗമോള് ഇനി നമ്മുടെ മരുമോളാവണം. പറ്റുള്ളൂ. നമ്മുടെ കുട്ടി ശങ്കറിൻ്റെ പെണ്ണായി മാറണം അവള്. ഇല്ലെങ്കിലേ ഉറപ്പ് എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവരിങ്ങനെ ആകെ സന്തോഷത്തിലിങ്ങനെ ആറാടി നിൽക്കുകയാണ്. അടുത്ത പണി ഇനി ഗൗരിക്കാണ്. അപ്പോൾ കമലയെ വിട്ടു, അടുത്തത് ഗൗരിയുടെ നേരെ തിരിഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരിനെയാണ്. ശിവനെയും പാർവതിയൊക്കെ നോക്കിയിരിക്കുകയാണ്. ഗൗരി, നീ വടക്കുനാഥൻ്റെ ജടയിൽ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ടോ? നീ ഗംഗയെ തിരയാണെന്ന് തോന്നുന്നു. ആ, അത് ശരി, അപ്പം അത് തന്നെയായിരുന്നു പരിപാടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശങ്കർ അങ്ങോട്ടേക്ക് കയറി വന്നു. ആ, വടക്കുനാഥൻ്റെ അരികിലെ പാർവതി ദേവി തഴിഞ്ഞിട്ടേ നമ്മുടെ ഗംഗയ്ക്ക് സ്ഥാനമുള്ളൂ. അതുകൊണ്ടാണല്ലോ വെളിച്ചത്ത് വരാതെ ഗംഗ ജടയിൽ കയറി ഒളിച്ചിരിക്കണത്. ഭഗവാന്റെ കാര്യത്തിൽ നീ പറഞ്ഞത് ചിലപ്പോൾ സത്യമായിരിക്കും, പക്ഷേ സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് സത്യമാകാനുള്ള ഒരു ചാൻസ് ഇല്ല കേട്ടോ. ചങ്ക് പറിച്ച് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അടുത്തപ്പോഴും എന്നോ ചത്തു പറഞ്ഞ മണ്ണടിഞ്ഞ് അവൻ്റെ പേരും പറഞ്ഞ് അവനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു ഭാര്യയേക്കാൾ ഇത്രയും നല്ലതാണ് ഗംഗ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? കുരുവംശ രാജാവായ ചന്ദ്രുവിൻ്റെ ഭാര്യയായ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ഗംഗയെ എനിക്കിഷ്ടമല്ല. ശുദ്ധീകരണത്തിൻ്റെയും എന്താ പറയുക, ക്ഷമയുടെയും ദേവിയാണ് നമ്മുടെ ഗംഗ. വടക്കനാഥന് ഗംഗയെ ഇഷ്ടാട്ടോ, ഗംഗയെ എനിക്കിഷ്ടാട്ടോ. ആ ഗംഗേനെ നീ എന്തുട്ടിനെ തുറച്ചു നോക്കണത്? വടക്കനാഥൻ്റെ ഗംഗയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു ശങ്കർ. ശങ്കറിൻ്റെ പ്രശ്നം എന്താ? എന്നോട് വഴക്കുണ്ടാക്കാൻ ഓരോ കാരണമായിട്ട് വരുവാണോ? അത് ശരി, ഇപ്പം അങ്ങനെയായോ? ഞാൻ സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജീവിതം എനിക്ക് തരില്ല എന്നുള്ള വാശിയിലല്ലേ നീ? പിടിവാശിയിൽ. അല്ലാതെന്താ? ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ആ സന്തോഷവും നമ്മുടെ ആ ജീവിതവും തല്ലിക്കെടുത്താൻ മറ്റാരും ഞാൻ അനുവദിക്കില്ല. ഒരിക്കലും നമ്മുടെ ജീവിതം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോവരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ധ്രുവൻ തന്നെയായിരിക്കും. ചിലപ്പോൾ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിനെ ഉപദ്രവിക്കാൻ പോലും അവൻ ശ്രമിക്കും. അതാണ് എൻ്റെ പേടി. ഇതൊക്കെ എന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ. നിർത്തിക്കോട്ടോ നീ എന്ന് പറഞ്ഞു. ഒരു തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ, നിൻ്റെ സംശയം എന്താ പറയുക, ശരിയാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്തം അത് നിൻ്റേതാണ്. അത് തെളിയിച്ച ശേഷമേ നിൻ്റെ വാക്ക് ഞാൻ കേൾക്കൂ എന്നും പറഞ്ഞതാ. പറ്റുമെങ്കിൽ നീ ആദ്യം അത് ചെയ്യുക. എങ്കിൽ ശങ്കർ ഒരു കാര്യം കേട്ടോളൂ, ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ തെളിയിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇതെന്തൊട്ടാ, നിൻ്റെ വെല്ലുവിളിയാണോ ഗൗരി, അതോ ശപഥോ? പറയ. രണ്ടായാലും നിൻ്റെ സംശയം ശരിയാണെന്ന് നീ തെളിയിച്ചെന്ന് കാണിക്കട്ടോ. അങ്ങനെ നീ തെളിയിച്ചാൽ നീ പറയണത് എന്തും ചെയ്തിരിക്കും. എന്തും ഉറപ്പാണല്ലോ. പിന്നെ വാക്ക് മാറ്റി പറയരുത് ശങ്കു. ഈ ശങ്കർ മഹാദേവന് ഒരൊറ്റ തന്തയുള്ളൂ, ചാരങ്ങാട്ട് മഹാദേവൻ. അതുപോലെ തന്നെ ഒരു വാക്കേ ഉള്ളൂ കേട്ടോ, ഒരേ ഒരു വാക്ക്. നീ പറയണത് സത്യമാണ് എന്ന് തെളിഞ്ഞാൽ നിനക്കെന്തും ആവശ്യപ്പെടാം, എന്തും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അത് എന്തിട്ടാണെങ്കിലും ഞാൻ ചെയ്തിരിക്കും. അതെൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും. പോരെ എന്ന് ചോദിച്ച് ശങ്കര ചവിട്ടിത്തുള്ളി അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഗൗരി അവിടെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് ഗംഗേനെയാണ്. അപ്പോൾ ഗംഗയുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലമാരിയിൽ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത്. രാധ അങ്ങോട്ട് വന്നിട്ട്, അല്ല എന്താ മോളെ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. ഇവിടുത്തെ ആ ജോലിക്കാരോട് പറഞ്ഞാൽ ഇതൊക്കെ നല്ല അടുക്കി പെറുക്കി നല്ല വൃത്തിയാക്കി വെച്ച് തരില്ലേ? അയ്യോ അത് വേണ്ട രാധമ്മായി, എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഇതാ മോളെ നീ പാൽ കുടിക്കുക. അയ്യോ രാധമ്മായി, എനിക്ക് കോഫിയാണ് ഇഷ്ടം, ഞാൻ പാൽ അങ്ങനെ കുടിക്കാറില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് നല്ല നാടൻ പശുവിൻ്റെ പാലാ, നീ ഇത് കുടിച്ചേ പറ്റൂ, നീ ഇതങ്ങോട്ട് കുടിക്കുക. ശരി ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഗംഗ അത് വാങ്ങി. എന്നിട്ടിങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം വേഗം രാധാമണി അടുത്ത അടവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗംഗമോളെ നിനക്ക് റൂം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമില്ലെങ്കിലും പറയണം, വേറെ റൂം നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. അയ്യോ എന്തിനാത്, ഇത് നല്ല റൂമല്ലേ. രാധമ്മായി പഴയ കാലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. നീയും ശങ്കറും ഒക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നിൻ്റെ അമ്മ പറയായിരുന്നു നിന്നെ ശങ്കറിനെ കൊണ്ട് കെട്ടിക്കണം, എന്നിട്ട് ഗംഗയെ ഈ വീട്ടിലെ മരുമകളായിട്ട് അയക്കണം എന്നൊക്കെ. അതൊക്കെ ഗംഗമ്മക്ക് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി ഓർമ്മയുണ്ടമ്മായി, ഒന്നും മറന്നിട്ടില്ല. എന്ത് രസമായിരുന്നു അന്നത്തെ ഒരു ടൈം. എൻ്റെ മരുമകളായിട്ട് ഈ ചാരങ്ങാട്ട് വീട്ടിലേക്ക് വരേണ്ടിയിരുന്നത് എൻ്റെ ഗംഗമ്മോളായിരുന്നു. ഞങ്ങൾക്ക് വിധിയില്ലാണ്ടായിപ്പോയി, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ.
ഞാൻ ആ വീട്ടിലേക്ക് വരുമ്പോളായിട്ട് വരുന്നത് വേണിക്ക് ഇഷ്ടപ്പെടുവോ? അവക്ക് ഞാൻ അന്ന് ശത്രു ആയിരുന്നില്ലേ? എൻ്റെ ഗംഗമോളെ, അതൊക്കെ കൊച്ചിലെയുള്ള കാര്യങ്ങളല്ലേ? മോൾ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുക. വേണിക്ക് അത് മോളോട് ഒരു ദേഷ്യമില്ല കേട്ടോ. ദേഷ്യമില്ല എന്ന് മാത്രമല്ല, അവക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. ആർക്ക്? നമ്മുടെ വേണിക്കോ? വേണിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ട്. സത്യം പറഞ്ഞാൽ വേണിയുടെ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. വേണി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അല്ല മോളെ, നിങ്ങൾ അത്രയും വലിയ ശത്രുത ഉണ്ടാവാൻ എന്താ കാരണം? വേണി രാധമ്മയോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എങ്കിൽ ഞാനായിട്ടൊന്നും പറയണില്ല, അവൾ തന്നെ പറയട്ടെ. മോളെ ഗംഗേ, നീയും വീണിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് രാധമ്മയ്ക്ക് തൽക്കാലം അറിയില്ല. എങ്കിലും ഗംഗ മോള് ശങ്കറിൻ്റെ പെണ്ണായിട്ട് ഈ വീട്ടിലേക്ക് വരണമെന്ന് രാധമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, നിന്നെയായിരുന്നു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ ശങ്കർ എത്ര സന്തോഷമായിട്ട് ജീവിച്ചേനെ. രാധമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ശങ്കു ഇപ്പം നല്ല ഹാപ്പിയല്ലേ? ആ കുട്ടി ഗൗരി, അവൾ നല്ലൊരു കുട്ടിയാണല്ലോ. പിന്നെന്താ, അപ്പോൾ ഇതേണ്ട കരയാണ് നിന്ന്. ഒന്നുമില്ല മോളെ, നല്ലൊരു ജീവിതം എടുത്തുചാട്ടം കഴിച്ച് അവൻ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ? അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. അപ്പോൾ ഗണയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ രാധാമണി കണ്ണീരൊക്കെ പൊഴിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാണ്. ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് ഗംഗ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി ഒരു ഗ്രീൻ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ആൾ സെറ്റായിട്ട്, ആഹാ ദേ നല്ല ചുള്ളനായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ വേണി അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. ആഹാ പോളി, ആദർശേട്ടാ നിങ്ങളുടെ ഫോണൊന്നിങ്ങ് തന്നേ. നിനക്കെന്തിനാ എൻ്റെ ഫോൺ? ഇങ്ങനെ പുഴുങ്ങി തിന്നാൻ ഇങ്ങോട്ട് താ, വലിയ ഡയലോഗ് അടിക്കാതെ ഫോണിങ്ങ് താ എന്ന് പറഞ്ഞ് ആദർശിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എന്നിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ വേണി. ഈ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലല്ലോ. ആദർശേട്ടാ ഒന്ന് ചിരിച്ചേ, ഇവിടെയാകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കും, ഒന്ന് ചിരിച്ചേ നീ, ഒരു കള്ളച്ചിരി അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞോ. അപ്പോൾ വേണി പറഞ്ഞതനുസരിച്ച് ആദർശ് ഫോട്ടോ എടുക്കുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. എങ്കിലേ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഫോട്ടോ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഇട്ടേ. അതെന്തിനാ? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പറയണ പോലെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, വെറുതെ സ്റ്റാറ്റസ് ഇട്ടാൽ പോരാ, നിങ്ങൾ ഓഫീസിലേക്ക് ഈ ഡ്രസ്സിലാണ് പോകുന്നതെന്ന് ആ സ്റ്റാറ്റസ് കാണുന്നവർക്ക് തോന്നണം. ടു ഓഫീസ് നേടാം. എന്താ? എന്നാൽ പിന്നെ വേഗം അങ്ങ് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഈ ഫോട്ടോ എടുത്തിട്ട് അടിയിൽ ടു ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു നമ്മുടെ ആദർശ്. മതി ഇട്ടോ. എങ്കിലേ ഇനി നമ്മളെ സ്റ്റാറ്റസ് ആരൊക്കെ വ്യൂ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. ഈ സമയം രഞ്ജു അത് കണ്ടു. വേഗം തന്നെ ആദർശിൻ്റെ ഫോട്ടോ കണ്ട് ടു ഓഫീസ് എന്നൊക്കെ വായിച്ച് ആൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കൊള്ളാം എന്ന്. അതെ, നിങ്ങളൊന്ന് നോക്കിയേ, നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവളിത് കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊന്ന് നോക്ക് എന്ന്. അപ്പോൾ വേഗം ആദർശ എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേനും ദേ നേരാ, അവൾ കണ്ടിട്ടുണ്ട്, ദേ എൻ്റെ രഞ്ജു സ്റ്റാറ്റസ് വ്യൂ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ, അവളില്ലേ, അവൾ നിങ്ങൾ എന്തുട്ടാ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കാം. അപ്പോൾ ഏറ്റു. അപ്പോൾ വേണിയുടെ ചൂണ്ടയിൽ അവൾ കൊളുത്തിട്ടോ. ഇനിയാണ് മോനെ നമ്മുടെ ആദർശേട്ടാ നമ്മുടെ ശരിക്കുള്ള കളി. അല്ല വേണി, അവൾ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് വ്യൂ ചെയ്തതുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കാൻ പോണത്? അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഈ ഡ്രസ്സൊന്ന് ഊരിയേ എന്ന് പറഞ്ഞു. ഈ ഡ്രസ്സൊന്ന് ഊരുന്നേ? എന്തിന്? എൻ്റെ മനുഷ്യ, കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അതെ, ഭാര്യ പറഞ്ഞാൽ ഭർത്താവിനോട് ഡ്രസ്സ് ഊരാൻ പറഞ്ഞാൽ അങ്ങ് ഊരിക്കോണം, അത്ര തന്നെ, മനസ്സിലായോ? നീ എൻ്റെ നേക്കർ ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനാണോ എന്ന് ചോദിച്ചു. പിന്നെ നിങ്ങളുടെ നേക്കർ ഫോട്ടോസ് എടുക്കലല്ലേ എൻ്റെ പണി. എൻ്റെ പൊന്നോ, എൻ്റെ മനുഷ്യ, നിങ്ങളോട് ഞാൻ ഡ്രസ്സ് ഊരാൻ പറഞ്ഞതിനോ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. വെറുതെ അല്ല കേട്ടോ, തൻ്റെ എന്താ പറയുക, വള്ളി പെൺപിള്ളേർ മുഴുവൻ നടന്ന് നിങ്ങളെ പറ്റിക്കണത്. നീ അങ്ങനെ പറയരുത് വേണി. എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. അപ്പോൾ ദീപയോ എന്ന് ചോദിച്ചു. അതൊരു അബദ്ധമായിരുന്നില്ലല്ലോ അല്ലേ, കാര്യമായിട്ടായിരുന്നല്ലോ അല്ലേ വേണി. നമ്മളിപ്പോൾ ഒരു മിഷനിലാണ്, അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഫോക്കസ് കളയാൻ പാടില്ല. മനസ്സിലായി. അപ്പോഴേ മോൻ ഫോക്കസ് ചെയ്യേ, രഞ്ജുവിനെ തന്നെ ഫോക്കസ് ചെയ്യുക. ശരി, നിൻ്റെ പ്ലാൻ എന്താ? ഞാൻ എന്തിനാണ് ഡ്രസ്സ് മാറ്റുന്നത് പറയേ. എൻ്റെ പൊന്ന് ആദർശേട്ടാ,
അവളെ നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് വ്യൂ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ഈ ഡ്രസ്സിൽ ഈ സെയിം കളറിലെ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും അവൾ ഓഫീസിലേക്ക് വരണത്. മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഓ ഞാനും ആദർശേട്ടൻ തമ്മിൽ എന്തിനു മരപ്പുറത്തോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗായിരിക്കും. അവളും നിങ്ങളും മെയ്ഡ് ഫോർ ഈച്ച് അതറാണെന്ന് തള്ളാനേ അങ്ങനെ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം ആദർശേട്ടാ. ഒരിക്കലും അവൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ മത്താപ്പേ നിങ്ങൾ വേറെ കളർ ഷർട്ടും പാൻറ്റും ഇട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. ഇപ്പം മനസ്സിലായോ വേണി? ഈ പ്ലാൻ വർക്കാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. സാധ്യതയല്ല കേട്ടോ, ഈ പ്ലാൻ വർക്കാകും മത്താപ്പേ. ആദർശേട്ടനെ ധൈര്യമായിട്ട് വേറെ കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോയേനെ. ഹേയ് ഈ വീണിയല്ലേ പറയണത്, പോന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശനും ഭയങ്കര സന്തോഷം. പൊളി നല്ല ഐഡിയ എന്ന് പറഞ്ഞ് ആദർശം സെറ്റാക്കി വേണിയുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കട്ട സപ്പോർട്ടായിട്ട്. മോളെ നിനക്കിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേണി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗംഗേനെയാണ്. അപ്പോൾ ഗംഗ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നേരെ പിന്നെയും ഇതേ ലൈവിലേക്ക് വരികയാണ് കേട്ടോ. ഹായ് ഗൈസ്, രാവിലെ തന്നെ എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നോക്ക് ഇതെന്താണെന്നറിയോ? ഇതാണ് രാസനാഥപ്പൊടി. പനി വരാതിരിക്കാനാ രാധമ്മയുടെ ഓരോ നിർബന്ധങ്ങളാട്ടോ ഇതൊക്കെ. ഈ സമയത്താണ് നമ്മുടെ വാതിൽ തള്ളി തുറന്ന് നമ്മുടെ ശേഖരൻ അങ്ങോട്ടേക്ക് വരണത്. അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. സൗന്ദര്യമുള്ളവരെ കണ്ടാൽ പിന്നെ ശേഖരൻ്റെ കൺട്രോൾ പോകും എന്നുള്ളത് സത്യമാണല്ലോ. അപ്പോൾ ആൾ വായി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഗംഗ എന്താ ചെയ്യണത് എന്നറിയാനായിട്ട്. അപ്പോൾ ഗംഗ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി തൃശ്ശൂർ ഒരു റൗണ്ട് വയ്ക്കാന്നുള്ളത് കേട്ടോ. ഇന്ന് തൃശ്ശൂർ നമ്മൾ പൊളിച്ചടുക്കും. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു എന്താ പറയുക ഒടുങ്ങി ഒന്ന് സെറ്റായി റെഡി ആയിട്ട് വരട്ടെ ഗൈസ്, എന്നിട്ട് നമുക്കിന്ന് കാണാം കേട്ടോ. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ റൂമൊന്ന് കാണണ്ടേ എന്ന് പറഞ്ഞ് റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി താഴെ വെച്ചു. താഴെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ ശേഖരൻ്റെ മുഖത്തേക്കാണ് നോക്കണത്. ആഹാ ഇതാരിത് എന്ന് ചോദിച്ചു. ശേഖരൻ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആള്. അപ്പം ശേഖരേട്ടനായിരുന്നോ? എൻ്റെ പൊന്നോ, ശേഖരേട്ടൻ്റെ വായ്നോട്ടത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അടഞ്ഞു പോയിട്ടോ. അപ്പോൾ വേഗം തന്നെ ശേഖരനകത്തേക്ക് കയറി ചെന്നു. അതെ, സൗന്ദര്യം ആസ്വദിക്കുന്നത് ഒരു തെറ്റാ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഗംഗെ എന്ന് പറഞ്ഞു. അതെ, വസന്തൻ ടീംസിൻ്റെ ഡയലോഗ് കാണാതെ പിടിച്ച് വന്നിരിക്കുകയല്ലേ. എന്തുട്ടാ ഈ വസന്തൻ ടീംസ്? അമ്മാവന്മാരെ? അപ്പം എന്നെ കണ്ടാലും അമ്മാവനായിട്ട് തോന്നുന്നേ നിനക്ക്? എൻ്റെ പൊന്ന് ശേഖരേട്ടാ, അങ്ങനെ തോന്നില്ല. പ്രോട്ടീൻ പൗഡറൊക്കെ അടിച്ച് മസിലൊക്കെ അടിച്ച് വീർപ്പിച്ച് നിൽക്കുകയല്ലേ. വാ തുറന്നാൽ പോയി വസന്തം തന്നെ. എന്ത് ചെയ്യാനാ, പണ്ടും നിനക്ക് എന്നെ കളിയാക്കാൻ തന്നെയായിരുന്നല്ലോ താല്പര്യം. ശേഖരേട്ടൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നല്ലോ. ശരി, ഞാനേ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനായിട്ടാട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതെന്താണാവോ? എന്താ കുട്ടിയെ അത്രയ്ക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം? പറഞ്ഞോളൂ കേട്ടോ എന്ന് പറഞ്ഞു. കുറേ ഞാൻ ആലോചിച്ചിട്ടാ ഞാനിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് ശേഖരേട്ടാ, ബോംബ് പടത്തിന് നമ്മുടെ തള്ള റിവ്യൂ ഇടുന്നത് പോലെ തള്ളണ്ട. കാര്യം എന്താ വെച്ചാൽ പറയേ, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ ഗംഗേ? ഒരു ചേഞ്ച്. ശേഖരേട്ടനൊരു മാറ്റം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റത്തിനായിട്ട് ശ്രമിക്കണം. എന്തായാലും അങ്ങനെ ഒരു ശ്രമത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ. ആയിക്കോട്ടെ, അതിനെ എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. എൻ്റെ ഹെൽപ്പോ? ദേവമ്മാമ്മയുടെ മസിൽ മോന് എൻ്റെ എന്ത് ഹെൽപ്പാണാവോ വേണ്ടത്? പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. മടിക്കാണ്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പം അല്ല, ഈ കലാകാരൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നന്മയുടെ പൂക്കൾ വിടർത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ സീരിയസ് ആയിട്ടൊന്ന് കേൾക്ക്. കേൾക്കാലോ. സംഗതി എന്താന്ന് ശേഖരേട്ടൻ പറയുക. കല മനസ്സിൽ നന്മയുടെ പൂക്കൾ വിടർത്തുന്നത് കൊണ്ട് ശേഖരനിപ്പോൾ എന്താ ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ ശേഖരൻ അവിടെ നിന്ന് പെപ്പെ വെക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.